ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലേവേർഡ് യോഗട്ടും കൊണ്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജാപ്പനീസ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, നിങ്ങൾ ഗ്രീക്ക് യോഗട്ട് എടുക്കുന്നതിനേക്കാളും ഫ്ലേവേർഡ് യോഗട്ട് എടുക്കുന്നതാണ് കേട്ടോ മച്ച് ബെറ്റർ ഈ ഒരു ഡിഷിന്. അല്ലാതെ നിങ്ങൾ മറ്റേ ഇതെടുക്കുകയാണ് വെച്ചാൽ, ഗ്രീക്ക് യോഗട്ട് എടുക്കുകയാണ് വെച്ചാൽ ഉറപ്പായും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് കളയേണ്ട അവസ്ഥ വന്നു. എനിക്കിഷ്ടപ്പെടാണ്ടാണോ അതോ ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എങ്കിലും ട്രൈ ആക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലേവേർഡ് യോഗട്ട് എടുക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യോഗട്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്, ഞാൻ നൈസിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറേ തിരഞ്ഞു ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്, പക്ഷേ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് എല്ലാ കടയിലും ഞാൻ പോയപ്പോൾ പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഈ ബിസ്ക്കറ്റ് വെച്ചൊന്ന് ട്രൈ ആക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി സ്കൂപ്പ് ചെയ്യുന്നത് കേട്ടോ. സംഭവം നന്നായി വന്നു. കാരണം എന്താ വെച്ചാൽ ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പമുള്ളതാണല്ലോ യോഗട്ട്, അപ്പോൾ പിന്നെ അത് സോഗി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചപ്പോൾ ഫസ്റ്റ് ബൈറ്റിൽ എനിക്കൊരു അത്രയ്ക്കൊരു ഇത് തോന്നിയില്ല. പിന്നെ ഞാൻ ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് കൊടുത്തപ്പോൾ സത്യം പറയട്ടെ, ഇവന്മാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. രണ്ടുപേരും അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നല്ലോണം ട്രൈ ആക്കും.